ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ കരുത്ത് കിളിക്കൂടല് നിധിയോട് ആരും തന്നെ മിണ്ടുന്നില്ല. സത്യം എന്താന്ന് വെച്ചാൽ അവരെല്ലാവരും വിഷമത്തിലാണ്. അതാണ് അവർ മിണ്ടാത്തത്. അല്ലാണ്ട് നിധിയോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നിധി വിചാരിക്കുന്നത് അങ്ങനെയല്ല. അവള് തെറ്റ് ചെയ്തുകൊണ്ടാണ് അവർ മിണ്ടാത്തത്. രാവിലെ എല്ലാവരെയും എണീപ്പിച്ചത് നിധിയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ എണീറ്റ് പോകുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, എന്നോട് ഇനി ആരും മിണ്ടില്ലേ, നിങ്ങൾ തീരുമാനിച്ച് എന്നോട് മിണ്ടില്ല എന്ന് അവള് സങ്കടത്തോടെയാട്ടോ ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ നിതീഷ് പൊട്ടിക്കരയാണ്. പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നികേഷ് കരഞ്ഞപ്പോൾ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനെ സുധീഷൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൻ വീണ്ടും വീണ്ടും പൊട്ടിക്കരയാണ്. എന്നിട്ട് നികേഷ് നിധിയോട് പറയുന്നുണ്ട്, ഏടത്തിക്ക് പോകാതിരുന്നൂടെ, ഏടത്തിക്ക് ഇവിടെ നിന്നൂടെ, ഏടത്തി പോയി കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെയാകും. ഏട്ടത്തി വന്നപ്പോഴാണ് ഇവിടെ മൊത്തം ഒരു മാറ്റമൊക്കെ ഉണ്ടായത്. ഏട്ടത്തി വന്നപ്പോൾ എനിക്ക് അമ്മ വന്ന പോലെ ആയിരുന്നു. അതും പറഞ്ഞ് അവൻ പൊട്ടിക്കരയാണ്. അവൻ കരയുന്ന കണ്ടിട്ട് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. നിധിയാണെങ്കിൽ അതിലേറെ വിഷമത്തിലാണ്. കാരണം അവൾ ഏറ്റവും കൂടുതൽ കൂട്ട് നികേഷിനോടാണല്ലോ. അപ്പൊ അവൾക്ക് അവനൊരു അനിയന്റെ സ്ഥാനമാണ്. അവൻ കരയുമ്പോൾ നിധി പറയുന്നുണ്ട്, കരയല്ലേ നികേഷ്, നീ എന്തിനാ കരയുന്നത്, എനിക്ക് വിഷമാവുന്നുണ്ടെന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. നികേഷ് ആണെങ്കിൽ നിധിയോട് വീണ്ടും പറയാണ്, ഏടത്തി പോവല്ലേ പ്ലീസ്, ഏടത്തിക്ക് ഇവിടെ നിന്നൂടെ എന്നൊക്കെ. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഏടാ അങ്ങനെയൊന്നും പറയല്ലേ, അവളെ വിഷമിപ്പിക്കല്ലേ. ഇത്രയും കാലം ഇതൊരു നരകാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഏടത്തി വന്നപ്പോഴാണ് അതൊക്കെ മാറിയതും ഈ വീട് എനിക്ക് ഇഷ്ടമായതും. ഏടത്തി പോവല്ലേ പ്ലീസ്, എനിക്കറിയില്ലല്ലോ ഇതൊരു നുണക്കല്യാണാണെന്ന് എന്നൊക്കെ പറഞ്ഞ് നികേഷ് വീണ്ടും കരയാണ് കേട്ടോ. നികേഷ് വീണ്ടും കരഞ്ഞു പറയുമ്പോൾ സുഭാഷ് വീണ്ടും അവനെ വിലക്കുന്നുണ്ട്. അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാതെ സുധീഷ് അവനെ വന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ഏട്ടാ ഏടത്തിയോട് പറ ഇവിടെ നിൽക്കാൻ, പോവല്ലേ എന്ന് പറയാന്നൊക്കെ പറയാണ്. അങ്ങനെ ഹരീഷ് പറയാണ്, ഏടത്തി ഇവിടുന്ന് പോയ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ടല്ല ഞങ്ങൾ പറയുന്നത്. കാരണം അവനെ സന്തോഷിച്ച് കാണുന്നത് ഞങ്ങൾ ഏടത്തി വന്നിട്ടാണ്. എപ്പോഴും ഒരു മൂലയിൽ ഒതുങ്ങി കൂടുന്നവനാണ് അവൻ. അവൻ അങ്ങനെ ചിരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഏടത്തി വന്നപ്പോഴാണ് അതിനൊക്കെ മാറ്റം ഉണ്ടായത്. അപ്പോൾ ഏട്ടത്തി പോയി കഴിഞ്ഞാൽ എല്ലാം മാറും. അപ്പോൾ ഏട്ടത്തി പോകരുതെന്ന് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടെന്നൊക്കെ അവനും പറയാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, എല്ലാവരും കൂടെ എന്നെ കരയിപ്പിക്കില്ല പ്ലീസ് എന്നൊക്കെ. എന്നിട്ട് ഹരീഷ് വീണ്ടും അവളോട് പറയാണ്, ഏട്ടത്തി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ ഡിവോഴ്സ് കുറച്ച് കാലത്തേക്ക് നീട്ടി വെച്ചൂടെ? ഡിവോഴ്സ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ഞങ്ങളെ സന്തോഷം പെട്ടെന്ന് കെട്ടടക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഏടത്തിനോട് മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ അവൻ കൈ കൂപ്പി നിൽക്കാണ് കേട്ടോ. എന്നാൽ ഇതൊന്നും കണ്ടു നിൽക്കാൻ നിധിക്കാവുന്നില്ല കേട്ടോ. അവൾക്ക് സങ്കടം വരികയാണ്. അപ്പൊ നികേഷ് വീണ്ടും ചോദിക്കുകയാണ്, ഏടത്തി ഏട്ടനെ ഡിവോഴ്സ് ചെയ്താൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഏടത്തിക്ക് ഇവിടെ നിന്നൂടെ പ്ലീസ്. അത് കേട്ടപ്പോൾ സുധീഷ് ഒന്ന് ഞെട്ടി, ഒന്ന് പരിങ്ങിട്ടോ. എന്നിട്ട് പിന്നെ സുധീഷ് സെൻറ്റി അടിക്കുകയാണ് കേട്ടോ. അപ്പം അവൻ പറയാണ്, അറിഞ്ഞോ അറിയാതെ ഒരു കല്യാണം നടന്നു, നിധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് തന്നെ. അപ്പോൾ നാട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞവരാണല്ലോ. ഇനിയിപ്പോൾ നാട്ടുകാരോട് ഓരോരുത്തരോട് എനിക്ക് പറയാൻ പറ്റിയത് ഫേക്ക് മാരേജ് ആണെന്ന്. നിധിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് കളിച്ചത്. അല്ല, നിധിക്കിന് ഡിവോഴ്സ് വേണമെങ്കിൽ അത് ഞാൻ തരാട്ടോ. സുധീഷ് അത് പറഞ്ഞു കഴിഞ്ഞത് സുഭാഷ് അതിൽ ഇടപെടുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് പറയാണ്, എന്തിനാതൊക്കെ, നിങ്ങളോട് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത്, ഈ കാര്യം പറഞ്ഞ് അവളെ വിഷമിപ്പിക്കരുതെന്നല്ലേ, അവൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അല്ല നീ എന്തായി പറയുന്നത്, അവളും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണല്ലോ ഈ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ നീ എന്തിനാ അവളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ സുധീഷിനോട് സുഭാഷ് പറയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അയ്യോ സുഭാഷ് ഏട്ടാ, ഞാൻ നിധിനെ കുറ്റപ്പെടുത്തല്ല, ഞാൻ ഒരുപാട് വിഷമത്തിലൂടെ അല്ല കടന്നു പോകുന്നത്, എനിക്കും ഉണ്ട് ബുദ്ധിമുട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ അവളെ കുറ്റപ്പെടുത്തിയതല്ല. എന്നിട്ട് നികേഷ് വീണ്ടും നിധീനെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സോറി ഇടത്തി, ഞങ്ങളെ സ്വാർത്ഥത കൊണ്ടായിരിക്കാം ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചോദിച്ചത്, എന്നാലും ഞാൻ ചോദിക്കാം, ഇടത്തേക്ക് പോകാണ്ടിരുന്നൂടെ. എന്നിട്ട് വീണ്ടും സോറി പറയണം. അപ്പോൾ നിധിക്ക് സങ്കടമായിട്ട് നിധി പറയുന്നുണ്ട്, അയ്യോ നികേഷ് അങ്ങനെയൊന്നും പറയല്ലേ, ഞാനാണ് തെറ്റ് ചെയ്തത്, നിങ്ങളല്ലേ എനിക്ക് കയറി കിടക്കാൻ ഒരു ഇടം തന്നത്. അപ്പോൾ സുഭാഷ് ഇടപെടുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയാണ്, മോളെ അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ, ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയൊന്നും ഇല്ല, പിന്നെ നീ വിചാരിച്ച പോലെ ഡിവോഴ്സ് കിട്ടണമെങ്കിൽ ഒരുപാട് നാളെടുക്കും. അപ്പോൾ നിനക്ക് അത്രയും നാൾ ഇവിടെ നിന്നൂടെ നിധി, ഞങ്ങൾ ആരും നിന്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ല, നിനക്ക് ഇഷ്ടം പോലെ നിനക്ക് സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ജീവിക്കാം. ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ നല്ലതല്ല ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിനക്ക് ജോലി ചെയ്യേ പഠിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും ഒന്നിൽ ഇടപെടില്ല. അപ്പോൾ നികേഷ് വീണ്ടും പറയണം, ഇടത്തി പ്ലീസ് ഇവിടെ നിൽക്കാമെന്ന് പറയടത്തി, അമ്പലത്തിൽ സ്കൂളിലൊക്കെ ഇടത്തിയുടെ കൂടെ പോകുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതൊരു ഫേക്ക് മാരേജ് ആണ്, ഇത് നാളെ ഇല്ലാതാവുമെന്ന്, ഇടത്തി പ്ലീസ്. അത് കേൾക്കുമ്പോൾ നിധി രണ്ട് മനസ്സായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയില്ല. ഇവിടെ നിന്നാൽ അത് ശരിയാവോ, ഇവിടുന്ന് പോയാൽ ഇവർക്ക് വിഷമാവോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും, എല്ലാം കൂടെ അവളെ മൊത്തത്തിൽ തല പൊച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നികേഷ് കരഞ്ഞുകൊണ്ട് ഇടത്തി പ്ലീസ് പ്ലീസ് എന്ന് പറയുമ്പോൾ നിധിക്ക് സങ്കടമായിട്ട് നിധി പറയുന്നുണ്ട്, നികേഷ് കരയല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം തൽക്കാലത്തിന് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ്. അപ്പോൾ നമ്മുടെ സുധീഷിനെ ഹാപ്പി ആവുണ്ടെങ്കിലും അവൻ മനസ്സിലാലോചിക്കുക, ഇവന്മാരാരും സുധീഷിന്റെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കുന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു കുഷ്മോട് കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നികേഷ് വീണ്ടും ഉറപ്പിക്കാനെന്ന മട്ടിൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇടത്തി പോവില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല നികേഷ്, തൽക്കാലത്തിന് ഞാൻ പോകുന്നില്ല. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് നാളെ ഇടത്തി ഇവിടെ ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ എല്ലാവരും കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയി. അങ്ങനെ അവളോട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് ചെയ്യാം, നീ പറഞ്ഞല്ലോ നിന്റെ വീട്ടിൽ നിനക്ക് സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്നു എന്ന്, പക്ഷെ നിനക്ക് ഇവിടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാം,
ആരും ഒന്നിലും ഇടപെടില്ല. എന്നിട്ട് അവൾ അവരോട് പറയാണ്, നിങ്ങൾ ആരും വിഷമിക്കരുത് കേട്ടോ, നികേഷ് നീ ഇനി കരയരുത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല എടുത്തി ഞാനിനി കരയില്ല, എനിക്ക് സന്തോഷമായല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ സ്വാമി ഫോട്ടോയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. കൂടെ സുഭാഷും ഹരീഷും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് കുറച്ച് കോമഡി ആയിട്ട് വന്ന് അവരെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നികേഷ് നിധി പോകുന്നില്ല, നമ്മുടെ നിധി പോകുന്നില്ല. അത് കേട്ടപ്പോൾ സുഭാഷ് അവനൊന്ന് കടുപ്പിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഒരു ചമ്മി ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷം അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.